അപ്പോൾ എല്ലാവർക്കും PK ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് അനുഷ്ഠാന കലകളാണ്. നമ്മൾ നേരത്തെ ക്ഷേത്ര കലകൾ പഠിച്ചു, ക്ഷേത്രവാദ്യങ്ങൾ പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ ആ ഒപ്പം തന്നെ ഉള്ളതായിരുന്നു അനുഷ്ഠാന കലകൾ. പക്ഷെ അത് കുറച്ച് ഒരു നീക്കി വെച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ ആ പഠിച്ചു വരുന്നതിൻ്റെ ഒപ്പം തന്നെ അനുഷ്ഠാന കലയും കൂടെ പഠിച്ചാൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് മാറ്റി വെച്ചത്. പിന്നെ കലകൾ തന്നെയാണല്ലോ നേരത്തെ പഠിച്ചത്. ഇപ്പോൾ ഇത് ഒരുമിച്ച് പഠിക്കുമ്പോൾ ഉള്ളൊരു ബോറടിയും എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ അനുഷ്ഠാന കലകളാണ് നോക്കുന്നത്. ഇന്ന് ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മളൊരു 3 അല്ലെങ്കിൽ 4 ക്ലാസ് ഒക്കെ കൊണ്ടായിരിക്കും നമ്മൾ തീർക്കുന്നത് അനുഷ്ഠാന കലകൾ എന്നൊരു ഭാഗം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ നോക്കുന്നത് പടയണി, അതുപോലെ മുടിയേറ്റ്, യക്ഷഗാനം, പറന്നിറക്കൽ, പൊങ്കാല പോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഇത്രയും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു പോവാം. ഒരു 3 അല്ലെങ്കിൽ 4 ക്ലാസ് കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗവും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തീർക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പടയണിയാണ് ഏറ്റവും ആദ്യം നമ്മൾ നോക്കുന്നത് അല്ലേ? പടയണി എന്ന് വെച്ചാൽ എന്താണ്? പടയണി അല്ലെ, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാലേ, പട അധികം അണി അല്ലേ, പടയ്ക്ക് വേണ്ടിയുള്ള അണിനിരക്കൽ. ഇപ്പോൾ പടശ്രേണി എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് പടയണി ഉത്ഭവിച്ചത്. അതായത് പടയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മുന്നൊരുക്കം എന്നുള്ള വാക്കിൽ നിന്നാണ് പടയണി ഉത്ഭവിച്ചത്, അല്ലെങ്കിൽ പടയണി എന്നൊരു വാക്ക് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂർ പ്രദേശത്താണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു പടയണി കണ്ടുവരുന്നത്. പ്രത്യേകിച്ച് പത്തനംതിട്ട അല്ലെ, പടയണി ഗ്രാമം ഉള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പത്തനംതിട്ട അല്ലെ, പത്തനംതിട്ടയാണ്. അതുപോലെ തന്നെ നമ്മളിതിൽ പറഞ്ഞിട്ടുള്ള പടയണിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നതും എവിടെയാണ്? ഈ പത്തനംതിട്ട തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലെ കടമ്മനിട്ട. അപ്പോൾ കടമ്മനിട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഒരു കവിയുടെ പേര്, ഒരു കവി ഉണ്ടല്ലോ അവിടെ അല്ലെ, കടമ്മനിട്ട രാമകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കവി അവിടെ നിന്നാണല്ലോ എന്നൊക്കെ നിങ്ങൾക്കൊരു ഓർമ്മയുണ്ടാവും. ശരിയാണ്, പുള്ളിക്ക് വേറൊരു പ്രത്യേകമുണ്ട്. കവി എന്ന് മാത്രമല്ല, എന്താണ്, പടയണി നിലനിർത്താനായിട്ട് പടയണി ഗ്രാമം എന്നൊരാശയമൊക്കെ മുന്നോട്ട് വെച്ച വ്യക്തിയും ആര് തന്നെയാണ്? ഈ പറയുന്ന കടമ്മനിട്ട രാമകൃഷ്ണൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ, ആ ഒരു ഫാക്റ്റും കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. കടമ്മനിട്ട രാമകൃഷ്ണൻ എന്നൊരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രമേയം എന്താണ്? പടയണിയുടെ പ്രമേയം എന്താ വരുന്നത്? കാളിദാരിക യുദ്ധമാണ് ഇതിൻ്റെ ഒരു പ്രമേയമായിട്ട് വരുന്നത് കേട്ടോ. കാളിദാരിക യുദ്ധമാണ് ഇതിൻ്റെ ഒരു പ്രമേയമായിട്ട് വരുന്നത്. അതായത് ദാരികനെ കൊന്ന കാളി ഭയങ്കര കോപത്തിൽ നിൽക്കുകയാണ്, കോപമൊട്ട് ശമിക്കുന്നില്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ പരമശിവൻ എന്ത് ചെയ്തു? മോളവിടെ കല്ലുകളിൽ നിൽക്കുകയാണ്. അപ്പം കൂടെയുള്ള ആ ഒരു ഗ്രൂപ്പിനോട് പറയുകയാണ്, ഭൂതഗണങ്ങളോട് പറയുകയാണ്, പോയി അവിടെ ആ ഒരു ഈ കലി ശമിപ്പിച്ച്, അതായത് അവിടെ പോയി നൃത്തമാടി ആ കലി ശമിപ്പിച്ച് വരാൻ പറയുകയാണ്. അപ്പം അങ്ങനെ പോയിട്ട് അവിടെ ആടിയതാണ് ഈ പടയണി എന്നൊക്കെ, ഭൂതഗണങ്ങൾ ആടിയതാണ് പടയണി എന്നൊക്കെയുള്ളൊരു ഐതിഹ്യവും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പടയണി കോലത്തെ പറ്റി പറയുമ്പോൾ അതിലെ ഏറ്റവും വലിയ കോലം, ഈ കോലം തന്നെ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പാള വെച്ചിട്ടാണ് കേട്ടോ. പാള വെച്ചിട്ടാണ്. അതുപോലെ പാളയിൽ ഈ കരി, അതുപോലെ ചെങ്കല്ല്, ഇതോടൊപ്പം തന്നെ മഞ്ഞൾ, ഇവയൊക്കെ അരച്ച് ചേർത്താണ് ആ ഒരു കോലത്തിൽ ഈ പറയുന്ന രൂപങ്ങളൊക്കെ വരയ്ക്കുന്നത്. അതുപോലെ ഏറ്റവും വലിയ രൂപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഭൈരവക്കോലമാണ് കേട്ടോ. ഭൈരവക്കോലമാണ്. 101 പാളകൾ കൊണ്ടിട്ടാണ് ഈ ഒരു ഭൈരവക്കോലം നിർമ്മിക്കുന്നത്. 101 പാളകൾ കൊണ്ടിട്ടാണ് ആ ഒരു ഭൈരവക്കോലം നിർമ്മിക്കുന്നത് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ഏറ്റവും വലുത് ഏതാണെന്നേ ചോദിക്കുള്ളൂ, 101 ചോദിക്കുകയല്ല, ഏറ്റവും വലുത് ഏതാണെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചാൽ തന്നെ ഏതാണ്? അത് ഭൈരവക്കോലമാണെന്നൊരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം കേട്ടോ. ശരി, അപ്പൊ ഇനി പടയണിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? തപ്പ്, ചെണ്ട, കൈമണി, ഇവയൊക്കെയാണ് പടയണിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ. അപ്പം ഈ പറയുന്ന രൂപമൊക്കെ കെട്ടി ഈ തപ്പ്, ചെണ്ട, അതുപോലെ തന്നെ കൈമണി, ഇതൊക്കെ കൊട്ടി എന്താണ്, ചൂട്ടിൻ്റെ ഒരു വെളിച്ചത്തിൽ ഒക്കെയാണ് ഈ ഒരു പടയണി പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചൂട്ടുപടയണി എന്നും ഇതിനൊക്കെ പറയാറുണ്ട്. പടയണിയെ ചൂട്ടുപടയണി എന്നും ഒക്കെ തന്നെ പറയാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അങ്ങനെ ഈ തപ്പ്, ചെണ്ട, കൈമണി, ഇവിടെയൊക്കെ വാദ്യശബ്ദത്തിലൂടെ അല്ലെങ്കിൽ വാദ്യശബ്ദത്തിൻ്റെ അകമ്പടിയോടുകൂടി തീച്ചൂളയിൽ, പിന്നെ പുറകിൽ എന്താ ഈ തീപ്പന്തം കാര്യങ്ങൾ, ചൂട്ട് കത്തിച്ചുണ്ടാക്കിയ തീപ്പന്തം കാര്യങ്ങളിലൊക്കെ അവതരിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി കേട്ടോ. ആടി ഉറയുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ ആടി ഉറയുന്നതാണ് ഇതിൻ്റെ ഒരു അവതരണ രീതിയായിട്ട് വരുന്നത് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണേ. ഇനി ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാം. അതേതാണ്? കാച്ചിക്കൊട്, അതുപോലെ കാപ്പൊലി, താവടി തുള്ളുക,
എന്നതാണ് അതിൻ്റെ പ്രധാന ചടങ്ങുകൾ. ഇപ്പം കാച്ചിക്കൊട് എന്ന് പറഞ്ഞാൽ ഇപ്പം കഥകളിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ കേളികൊട്ട് എന്ന് പറഞ്ഞല്ലേ, എന്ന് പറഞ്ഞ പോലെ ഒരു ചടങ്ങാണ് ഈ പറഞ്ഞ കാച്ചിക്കൊട്ട്. അപ്പോൾ ഈ കാച്ചിക്കൊട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, പടയണി ഉണ്ട് എന്നറിയിക്കുന്നതാണ് ഈ കാച്ചിക്കൊട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അറിയിപ്പ് നൽകുന്നതാണ് ഈ കാച്ചിക്കൊട് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഈ കാപ്പൊലി എന്ന ചടങ്ങ്. അപ്പോൾ ഈ കാപ്പൊലി എന്ന ചടങ്ങ് കൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ഇലകളോട് കൂടിയ മരച്ചില്ല, അതുപോലെ തോർത്ത്, അപ്പോൾ ഇവയൊക്കെ വീശി എന്താണ് ഇതിനൊരു ആവേശം പകരുന്ന, പടയണിക്ക് ആവേശം പകരുന്ന ഒരു കാര്യമാണ് ഈ കാപ്പൊലി എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് താവടി തുള്ളുക, അതായത് ഈ കൈമണി കാര്യങ്ങളൊക്കെ കൊട്ടി ഇതിനൊരു ആവേശം പകരുന്നതാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു കൈമണിയും അതുപോലെ വാദ്യോപകരണങ്ങളൊക്കെ കൊട്ടുന്ന അങ്ങനെ ഒരു ചടങ്ങിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ താവടി തുള്ളുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 പേര് നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് മുടിയേറ്റ് എന്നൊരു ഭാഗത്തിലോട്ട് പോകാം. ഇതെന്താണ്, കാളീപ്രീതിക്ക് നടത്തി വരുന്ന ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഈ പറയുന്ന മുടിയേറ്റ് കേട്ടോ. കാളീപ്രീതിക്ക് നടത്തി വരുന്നതാണ്. അപ്പോൾ ഇവിടെയും പ്രമേയം എന്താണ്, കാളീദാരിക യുദ്ധം ഒക്കെ തന്നെയാണ് ഇതിൻ്റെയും പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ദാരികവധവും ഒക്കെ ഒരു മുടിയേറ്റിൻ്റെ കാളീദാരിക യുദ്ധം, ദാരികവധം ഒക്കെ മുടിയേറ്റിൻ്റെ ഇതിവൃത്തം അല്ലെങ്കിൽ പ്രമേയമൊക്കെ ആയിട്ട് വരുന്നതാണ്. അതുപോലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ 2010 ഈ പറയുന്ന മുടിയേറ്റ് ഇടം നേടുന്നത്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ മുടിയേറ്റിന് മുന്നേ കേരളത്തിൽ അങ്ങനെ യുനെസ്കോയിൽ വന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം പറയുന്നത്? കൂടിയാട്ടം കേട്ടോ. കൂടിയാട്ടമാണ് ഇതിന് മുന്നേ വരുന്നത്. അത് വരുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 2001 കേട്ടോ. 2001 കൂടിയാട്ടം യുനെസ്കോയുടെ പട്ടികയിൽ വരുന്ന വർഷം ചോദിച്ചാൽ 2001 കൂടിയാട്ടമാണ്. അതുപോലെ കൂടിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാർ. നമ്മൾ നേരത്തെ ക്ഷേത്രകലകളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഓർമ്മയിലുണ്ടെന്നറിയാം. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണുക, മുന്നത്തെ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പടയണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ അത്തം പത്ത് എന്നൊരു സീരീസ് എടുത്തിരുന്നു, ഒരു 10 ഓണവുമായി ബന്ധപ്പെട്ട 10 സീരീസ്. ആ സമയത്ത് ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള സീരീസാണ്. അപ്പോൾ അതും നിങ്ങൾ കാണുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അപ്പോൾ അത് കാണാത്തവർ അതും കാണാനായിട്ട് ശ്രമിക്കുക. ശരി, അപ്പോൾ നമുക്ക് മുടിയേറ്റിലോട്ട് വരാം. അപ്പോൾ ഈ മുടിയേറ്റിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ആരൊക്കെ ആയിരിക്കും വരുന്നത്? ഒന്ന് കാളിയുണ്ട് അല്ലേ, കാളിയുണ്ട് നിങ്ങൾക്കറിയാം, ദാരികൻ ഉണ്ടെന്നറിയാം, നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുകൂടാതെ വരുന്നതാണ് ആരൊക്കെയാണ്? ശിവൻ വരുന്നുണ്ട്, നാരദൻ വരുന്നുണ്ട്, അതുപോലെ കോയിമ്പട നായർ വരുന്നുണ്ട്, അതുപോലെ കൂളി എന്നൊരു കഥാപാത്രമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കഥാപാത്രങ്ങളും ഏതാണ്? മുടിയേറ്റുമായി അനുബന്ധപ്പെട്ടാണ് ഓർക്കുക. അതായത് ശിവൻ, അതുപോലെ നാരദർ, പിന്നെ ആരാണ്? കോയിമ്പട നായർ, കാളി, കൂളി, ദാരികൻ. ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? മുടിയേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണെന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കണേ. അതുപോലെ തന്നെ ഈ മുടിയേറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പം ഈ മുടിയേറ്റിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ മുടിയേറ്റുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യമാണ് എന്ത്? കളമെഴുത്തും പാട്ടും. അപ്പം അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വേറൊരു ക്ലാസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം പറയാം. കളമെഴുത്തും പാട്ടും എന്താണെന്നൊന്ന് പറയാം. അതായത് ഈ പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് ഭദ്രകാളിയുടെ ആ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിലായിട്ട് എന്ത് വരയ്ക്കും? ഈ കളം വരയ്ക്കും. കളം എന്ന് വെച്ചാൽ ഭദ്രകാളിയുടെ രൂപം, അതിനെയാണ് ഈ കളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? പാട്ട് എന്നൊരു ചടങ്ങ് നടത്തുന്നത്. പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാളിസ്തുതി കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇതിന് ശേഷമായിരിക്കും. അപ്പോൾ ഇങ്ങനെ കളം പൂർത്തിയായതിനു ശേഷം എന്താ? പാട്ട് നടത്തും. ഓക്കെ, അതായത് അതിനോടൊപ്പം തന്നെ എന്താണ്? കളം പൂജ ഉണ്ടാവും, കളം പാട്ടുണ്ടാവും, അതുപോലെ താലപ്പൊലി ഉണ്ടാവും, തിരയൊഴിച്ചൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ കളം മായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കളമെഴുത്തും പാട്ടും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം കാവുകളായിട്ട് ബന്ധപ്പെട്ടുള്ള, അതുപോലെ മുടിയേറ്റ് എന്ന ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ മുടിയേറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾക്ക് യക്ഷഗാനം എന്നൊരു ഭാഗം നമുക്ക് നോക്കാം. അപ്പോൾ യക്ഷഗാനം എവിടെയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്? കർണാടകയിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൂടാതെ തന്നെ നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും കാസർഗോഡ് ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ഒരു കലാരൂപമാണ് ഈ പറയുന്ന യക്ഷഗാനം. ഇതിനവിടെ വയലാട്ടം, ബലയാട്ടം എന്നൊക്കെ തന്നെ പറയപ്പെടാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഈ യക്ഷഗാനത്തിൻ്റെ ഒരു വേഷം നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഏതാണ്ട് കഥകളിയുമായിട്ട് സാമ്യമുള്ള ഒരു വേഷമൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ എന്തൊന്നും കൂടി അറിയപ്പെടാറുണ്ട്? സംസാരിക്കുന്ന കഥകളി എന്നും അറിയപ്പെടാറുണ്ട്. PSC വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സംസാരിക്കുന്ന കഥകളി എന്ന് വെച്ചാൽ ഏതാണ് എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? യക്ഷഗാനമാണ് കേട്ടോ. സംസാരിക്കുന്ന കഥകളി എന്ന് വെച്ചാൽ എന്താണ്? അത് യക്ഷഗാനമാണ് എന്നൊരു കാര്യം ഓർക്കുക. അതുപോലെ കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിൽ അത് കൂടുതൽ പ്രചാരത്തിലുള്ളത് എന്ന് ശ്രദ്ധിക്കുക. കർണാടകയിൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലയും കൂടിയാണ് ഈ പറയുന്ന
യക്ഷഗാനം കേട്ടോ. ശരി, അപ്പൊ ഇതിന്റെ ഇതിവൃത്തമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, രാമായണം, മഹാഭാരതം, അതുപോലെ ഭാഗവതം, ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രമേയമായിട്ടൊക്കെ തന്നെ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന വാദ്യോപകരണം കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ചെണ്ട, ചേങ്ങില, മദ്ദളം എന്നിവയാണ് ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യക്ഷഗാനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വ്യക്തിത്വമാണ് ആര്, പാർത്ഥി സുബ്ബയ്യ എന്ന് പറഞ്ഞ ആളാണ്. യക്ഷഗാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ഈ പറയുന്ന പാർത്ഥി സുബ്ബ കേട്ടോ. പാർത്ഥി സുബ്ബ എന്ന് പറയുന്നത് യക്ഷഗാനത്തിന്റെ പിതാവായിട്ട് കരുതപ്പെടുന്ന ആളാണ്. അപ്പൊ ഈ ഒരു വ്യക്തിത്വം പാർത്ഥി സുബ്ബ എന്നൊരു വ്യക്തിത്വം കൂടെ നിങ്ങൾ ആ ഒരു പേരും കൂടെ ഒന്ന് യക്ഷഗാനവുമായി അനുബന്ധപ്പെട്ട് ഓർമ്മയിൽ വെക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ കാസർഗോഡ് കാര്യം പറഞ്ഞു, ഇനി നമുക്ക് നേരെ തിരുവനന്തപുരത്തേക്ക് വരാം. അതായത് കാക്കാരശ്ശി നാടകം, അതായത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു എന്താണ് പറയണേ, അവിടെയുള്ള ഒരു വിനോദ നാടകം എന്നൊക്കെ പറയാവുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന കാക്കാരശ്ശി നാടകം എന്നത് കേട്ടോ. അത് അവിടുത്തെ കാക്കാര സമുദായത്തിന്റെ ഉത്ഭവ കഥകളെ പറ്റി പറയുന്ന നാടകങ്ങൾ ഒക്കെ അതിനെ പറഞ്ഞാണ് ഈ പറഞ്ഞ കാക്കാരശ്ശി നാടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രധാന ഒരു പ്രമേയം എന്ന് വെച്ചാൽ അത് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞെങ്കിലും ഇതിനകത്തൂടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ് സാമൂഹ്യ വിമർശനം, അതുപോലെ ആക്ഷേപഹാസ്യം എന്നിവയാണ് അതിൻ്റെ ഒരു മുഖ്യ ഘടകമായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയാവുന്നവരാണ് കാക്കാലൻ, അതുപോലെ കാക്കാത്തി, വേടൻ, വെളിച്ചപ്പാട്, തമ്പുരാൻ, കോമാളി എന്നിവരാണ് അതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്, ഹാർമോണിയം, അതുപോലെ ഗഞ്ചറ, മൃദംഗം, കൈമണി എന്നിവയൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ കേട്ടോ. അപ്പം കാക്കാരശ്ശി നാടകത്തെ പറ്റി അത്രയും അറിഞ്ഞാൽ മതി. ഇനി നമുക്കടുത്ത് പറനിറയ്ക്കൽ എന്നുള്ള ഒരു ചടങ്ങ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചടങ്ങാണല്ലേ. ഉത്സവകാലങ്ങളിൽ ഒക്കെ തന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണാറുണ്ട്. ഒരു ആനയൊക്കെ വന്ന് പറയെടുക്കുക എന്ന് പറയും അല്ലേ. അത് പറയെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാക്കി നമ്മളും പലരും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറനിറയ്ക്കൽ എന്താണ് നമുക്ക് നോക്കാം. അപ്പം ഈ പറനിറയ്ക്കൽ പൊതുവെ നടത്തുന്നത് ഒന്നെങ്കിൽ ഉത്സവം കാര്യങ്ങളൊക്കെ അനുബന്ധിച്ചിട്ടാണ്, അല്ലെങ്കിൽ എന്താ ആ ഒരു പ്രദേശത്തെ വിളവെടുപ്പ് ഒക്കെ അനുസരിച്ചിട്ടാണ്. അപ്പം അവിടുത്തെ ദേവീദേവന്മാർക്ക് കാണിക്ക വെക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ പറയുന്ന പറ നിറച്ച് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഈ പറ എടുക്കാനായിട്ട് എന്താണ് വരുന്നത്, വെളിച്ചപ്പാടും അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ തന്നെ വരും. അപ്പൊ ഇതിനെ പറയുന്ന പേര് പറപ്പുറപ്പാട് എന്നൊക്കെ പറയും. പറപ്പുറപ്പാട് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വെളിച്ചപ്പാടും അവർ കൂടെയുള്ള ആളുകൾ ഈ പറ സ്വീകരിക്കാനായിട്ട് എത്തുന്ന ആ ഒരു ചടങ്ങിനാണ് പറപ്പുറപ്പാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറ നിറയ്ക്കുന്ന വെച്ചാൽ പൊതുവെ ചെയ്യുന്നത് 10 ഇടങ്ങഴിയുടെ പറയായിരിക്കും നിറയ്ക്കുന്നത്. അതായത് ഒരിടങ്ങഴി എന്ന് പറഞ്ഞാൽ 4 നാഴിയാണ്. ഒരിടങ്ങഴി വെച്ചാൽ 4 നാഴി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 800 മുതൽ 1 കിലോ 300 ഗ്രാം അത്രയൊക്കെ ഏതാണ്ട് തൂക്കം വരും. അത് പല പ്രാദേശികമായിട്ട് അതിന് ചെറിയ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറ എന്നൊരു ചടങ്ങ് നമ്മൾ എന്താ പറയുക മാർക്കറ്റിന്റെ ബേസിൽ അത് ഉപയോഗിക്കാത്തത് അതുകൊണ്ടാണ്. അതായത് കൃത്യമായിട്ട് അതിനൊരു അളവില്ല. അപ്പം ഒരു ഇടങ്ങഴി എന്ന് വെച്ചാൽ 4 നാഴി ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം എന്തിനാണ് പറനിറയ്ക്കൽ നടത്തുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായേ. ഉത്സവം അതുപോലെ തന്നെ ഇതുപോലെ വിളവെടുപ്പ് അനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഇപ്പം മംഗളകർമ്മങ്ങൾ നടക്കുമ്പോഴും ദേവി എഴുന്നള്ളുമ്പോഴും ദൈവസന്നിധിയിലും പറ ധാന്യം നിറച്ച് അലങ്കരിച്ച് വെച്ച് ഭക്തിപൂർവ്വം ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് പറനിറയ്ക്കൽ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ അതിനകത്ത്. നിങ്ങൾ ആ കാര്യം അറിഞ്ഞാൽ മതി. അതുപോലെ പുറപ്പാട് എന്താണെന്ന് അറിയാതെ വെളിച്ചപ്പാടും കൂടെയുള്ളവരും ഈ പറ എടുക്കാൻ വരുന്നതിനാണ് ആ ഒരു ചടങ്ങാണ് പറപ്പുറപ്പാടെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ പറ നിറയ്ക്കൽ എന്ന ഭാഗത്ത് അറിഞ്ഞാൽ മതി. അപ്പം ഇനി നമുക്ക് അടുത്തത് മരക്കലപ്പാട്ട് എന്നതാണ്. അപ്പം അത് നമുക്കൊന്ന് നോക്കാം. അപ്പം മരക്കലപ്പാട്ട് എന്ന് വെച്ചാൽ ഇത്ര ഉള്ളൂ. ഇപ്പം എന്താ പറയുക, കപ്പൽ എന്നൊരു വാക്കാണ് ഈ മരക്കലം എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതായത് അന്യദേശത്തുനിന്ന് ദേവി 7 തോഴിമാരോടൊപ്പം കേരളത്തിൽ വന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന ദേവിയെ പൂമാല ദേവി എന്നാണ് പറഞ്ഞത്. അതായത് ഭഗവതി അല്ലെങ്കിൽ ദേവിയുടെ മറ്റൊരു ശക്തിവേഷമാണ് ഈ പറയുന്ന പൂമാല ദേവി എന്ന ഒരു രൂപം. അപ്പം ആ ഒരു ഭാവത്തെ പൂജിക്കുന്ന ഒരു പാട്ടാണ് ഈ പറയുന്ന മരക്കലപ്പാട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ പൂമാലദേവിയെ പൂജിക്കുന്നതിനായിട്ട് കളത്തിലരിയും പാട്ടും എന്നൊരു ചടങ്ങാണ് നടത്തുന്നത്. പൂമാലക്കാവുകളിൽ കളത്തിലരിയും പാട്ട് എന്ന ചടങ്ങാണ് നടത്തുന്നത്. അപ്പോൾ ഇത് അവതരിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പാട്ടാണ്, ഒരു അനുഷ്ഠാന ഗാനമാണ് ഈ പറയുന്ന മരക്കലപ്പാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മരക്കലപ്പാട്ടിനെ പറ്റി അറിയാനുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് പൊങ്കാല എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. പൊങ്കാല നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെയൊക്കെ അടുത്ത് ദേവീക്ഷേത്രങ്ങളിലോ ഒക്കെ പ്രത്യേകിച്ചും ഏതാണ് ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ ചക്കുളത്തുകാവ് പൊങ്കാല എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എത്രത്തോളം അർപ്പണം അല്ലെ അതിൽ നൽകുന്ന അർപ്പണവും അതുപോലെ തന്നെ ആചാരശുദ്ധി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയാം. ഓക്കെ, അപ്പം ഇതാണ് ഈ പൊങ്കാല എന്നുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. അതായത് ദേവീ പ്രതിക്ക് വേണ്ടി ദക്ഷിണ കേരളത്തിൽ നടത്തി വരുന്ന ഒരു അനുഷ്ഠാനമാണ് ഈ പറയുന്ന പൊങ്കാല. അപ്പൊ പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്താണ്? തിളച്ചു മറിയുക എന്നതാണ് ഈ പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. തിളച്ചു മറിയുക. അപ്പൊ തിളച്ചു മറിയുക എന്നതാണ് ഈ പൊങ്കാല എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നിറഞ്ഞൊഴുകുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പിലെ PYQ കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ആ PYQലൊക്കെ മിക്കപ്പോഴും നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നുള്ളൊരു ചോദ്യം അല്ലെ. നിറഞ്ഞൊഴുകുക എന്നാണ് ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം. അതുപോലെ പൊങ്കാല എന്ന് വെച്ചാൽ തിളച്ചു മറിയുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇതിന്റെ ഒരു മറ്റൊരു രൂപമായിട്ട് തന്നെ തമിഴ്നാട്ടിലും പൊങ്കൽ എന്നൊരു ആഘോഷം ഉണ്ട് അല്ലെ. നിങ്ങൾക്കറിയാം, അത് പല രീതിയിൽ ഇപ്പൊ മട്ടുപൊങ്കല്, തൈപ്പൊങ്കല്, സൂര്യപ്പൊങ്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും പൊങ്കൽ ഫെസ്റ്റിവൽ ഒക്കെ തന്നെ നടക്കാറുണ്ട്. അതും ഇതിന്റെ വേറൊരു വേരിയന്റ് ആണ്. ഏതാണ് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. അപ്പം ഈ പൊങ്കാല കൊണ്ട് പിന്നെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താ? ആചാരപരമായിട്ട് എന്താണ്? അരി, ശർക്കര, അതുപോലെ തന്നെ വെള്ളം, ഇതിനോടൊപ്പം തന്നെ തേങ്ങ ചെറുകിയത്, ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രസാദം ദൈവത്തിന് സമർപ്പിക്കുക അല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊങ്കാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ പൊങ്കാലയെ പറ്റി അറിയേണ്ട കാര്യം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത്രയും ഭാഗമാണ് കവർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ മറ്റ് ഭാഗങ്ങൾ ഒരു 2-3 ക്ലാസ്സും കൂടെ കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളും കവർ ചെയ്ത് നമുക്ക് ഈ ഒരു അനുഷ്ഠാന കല എന്ന ഭാഗം തീരും കേട്ടോ. അപ്പം എല്ലാവരും കൃത്യമായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.